ആരിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. സ്വന്തം ജനതയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഇറാനായിരുന്നാലും, സ്വന്തം ജനതയെ പെരുവഴിയിലാക്കുന്ന പരിചകളാക്കുന്ന ഹമാസ് ആണെങ്കിലും, ബംഗ്ലാദേശ് ആണെങ്കിലും, പാകിസ്ഥാൻ, ഇവരൊക്കെ ഇങ്ങനെ തന്നെയാ ചെയ്യുന്നത്. കാരണം ഇവരുടെ വിവരം എന്ന് പറഞ്ഞാൽ മതം ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള വിവരം മാത്രമാണ്. ഇപ്പോ അമേരിക്കയിലേക്കുള്ള യാത്രാ വിലക്ക് 36 രാജ്യങ്ങളിലേക്ക് കൂടി വർദ്ധിപ്പിക്കാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം. കാരണം അമേരിക്ക എന്ന രാജ്യത്തെ ആശ്രയിച്ച് ഒരുപാട് തീവ്രവാദ ശക്തികൾ വളരുന്നുണ്ട്. ഇപ്പോ ഇദ്ദേഹം ബൈഡൻ അതിനൊക്കെ ഒരു മൃദു സമീപനം സ്വീകരിച്ചത് കൊണ്ട് ബൈഡൻ അതൊക്കെ സാധിച്ചു. അമേരിക്കയില് ബൈഡന്റെ മകൾക്ക് തുർക്കിയിലോ ബംഗ്ലാദേശിലോ ഒക്കെ ഉന്നത സ്ഥാനം നേടാനുണ്ടായിരുന്നു. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് അമേരിക്ക എന്ന രാജ്യം മാത്രമാണ് പ്രധാനം. അദ്ദേഹം എല്ലാ കാലത്തും തീവ്രവാദികൾക്കെതിരായിട്ടുള്ള നയം സ്വീകരിക്കുകയും ചെയ്യും. എത്യോപ്യ, ഈജിപ്റ്റ്, ജിബൂട്ടി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കൂടി യാത്രാ വിലക്ക് ഇപ്പോൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. വേണ്ട, അമേരിക്കയിലേക്ക് ഇത്തരക്കാരൊന്നും വരണ്ട. ഇതുമായി ബന്ധപ്പെട്ട് കരടില് അമേരിക്കൻ ആഭ്യന്തര സെക്രട്ടറി മാർക്കോ റൂബിയോ ഒപ്പുവെച്ച് കഴിഞ്ഞു. അടിയന്തര നടപടികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഈ പട്ടികയിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾക്ക് അമേരിക്ക 60 ദിവസത്തെ സാവകാശവും നൽകിയിട്ടുണ്ട്. ഒരു നിയമം പാസാക്കിയാൽ അത് പാലിക്കപ്പെടണം എന്നത് അമേരിക്കയിൽ നിർബന്ധമാണ്. മതിയായിട്ടുള്ള ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് മതിയായിട്ടുള്ള തിരിച്ചറിയൽ രേഖകളില്ലാതെ നിരവധി ആളുകൾ എത്തുന്നുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. പക്ഷേ അമേരിക്കയിൽ ഇനി വേണ്ട. ഇപ്പൊ ഇവർക്ക് തീവ്രവാദം വളർത്തണമെങ്കിൽ ഇവർക്ക് മറ്റേതെല്ലാം രാജ്യങ്ങളിലേക്ക് പോകാം. ഇങ്ങോട്ട് വരണ്ട നിങ്ങൾ ആരും. ഇത്തരം സൈസുകളെ ഒന്നും ഞങ്ങൾ എടുക്കില്ല എന്ന്. ഇത്തരം സൈസുകൾ ഇങ്ങോട്ട് വരണ്ടെന്ന് അമേരിക്ക പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകണ്ട. ഇന്ത്യയിൽ ഇരുന്ന് ഇവർ വിളച്ചിലെടുക്കുന്നത് പോലെ അമേരിക്കയിൽ പറ്റുമോ? സൗദി അറേബ്യയിൽ പറ്റുമോ? സൗദി അറേബ്യയിൽ പോയിട്ട് ഇവര് ഒരു പ്രതിഷേധം ഒന്ന് നടത്തി നോക്കട്ടെ. ഹമാസിനെ ജയ് വിളിച്ചുകൊണ്ട് ഇവർ സൗദി അറേബ്യയിൽ ഒരു പ്രതിഷേധം നടത്തട്ടെ, നോക്കാമല്ലോ എന്താ സംഭവിക്കുക. ഇപ്പോ പാകിസ്ഥാൻ പോലും ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ശരിക്കും തിരിച്ചടി കിട്ടി ഒതുങ്ങിയതാണ് ഇന്ത്യയോട്. ഇന്ത്യക്കകത്താണ് ഏറ്റവും കൂടുതൽ ഭീകരർ, തീവ്രവാദികൾ താമസിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഭീകരർ ഇന്ത്യ വിരുദ്ധരായ പാകിസ്ഥാൻ പ്രേമികളായിട്ടുള്ള ആളുകൾ. ഒരു പക്ഷേ മോദി അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് INS വിക്രാന്തിന്റെ ലൊക്കേഷൻ വിളിച്ചു ചോദിച്ച ആള് കോഴിക്കോട് സ്വദേശിയായിരുന്നു. കോഴിക്കോട് സ്വദേശിയായ മുജീബുർ റഹ്മാൻ ആയിരുന്നു. ഇനി ഇവൻ അതുപോലെ 294 പേര് മരിച്ച കൊല്ലപ്പെട്ട അഹമ്മദാബാദ് വിമാനാപകടമുണ്ടല്ലോ, അതിലും ഇവിടെയുള്ള കുറെ ആളുകൾ ഇമോജികൾ ഇട്ട് ആഘോഷിക്കുന്നു. 3 ദിവസത്തിനകം വലിയ രൂപത്തിൽ ഒരു വിമാന ദുരന്തം നടക്കുമെന്നും ഒരാൾ മാത്രം രക്ഷപ്പെടുമെന്നും നേരത്തെ തന്നെ പ്രീ പ്ലാൻ ചെയ്ത് ഇവിടെ ഇരുന്ന് പോസ്റ്റ് ചെയ്യും. ഇവരെയൊക്കെ NIA പൊക്കിയെടുത്താൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ മലയാളികളുടെ പങ്ക് എന്താണ് എന്ന് വ്യക്തമാകും. ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, പോപ്പുലർ ഫണ്ട് നിരോധിക്കുന്ന സമയത്ത്, പോപ്പുലർ ഫണ്ട് നിരോധിക്കുന്നതിന് മുമ്പ് NIA ഉദ്യോഗസ്ഥര് ചിക്കൻ കടക്കാരായും ബംഗാളികളായും പല രൂപത്തിലും വേഷം മാറി ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അതുപോലെ ഇന്ന് കേരളം വളഞ്ഞിട്ടുണ്ട് NIA. കാരണം എന്തെന്നറിയോ? മുമ്പ് ഒരു DYSP ഈരാറ്റുപേട്ടയിൽ ആവശ്യപ്പെടുവാണ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ NIA ഓഫീസുകൾ തുറക്കണം. കൊച്ചിയിലുള്ള ഒരു ഓഫീസ് മാത്രം പോരാ. തീവ്രവാദം, ഭീകരവാദം, രാജ്യവിരുദ്ധത അത്രമേൽ നമ്മുടെ നാടിനെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കൊച്ചിയിലെ ഒരു NIA ഓഫീസ് കൊണ്ടൊന്നും കേരളത്തെ തീവ്രവാദ മുക്തമാക്കാൻ പറ്റില്ല. അതുകൊണ്ട് കേരളത്തിന്റെ അവസ്ഥ ഏതാണ്ട് പരിതാപകരമാണ് എന്ന് ഒരുപാട് സംഭവ വികാസങ്ങളിലൂടെ കേന്ദ്ര സർക്കാരിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളം കേന്ദ്രഭരണ പ്രദേശമാകണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത്.
കാരണം എന്നാലേ ഇവിടെയുള്ള തീവ്രവാദികളെ ഒതുക്കാൻ പറ്റും. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം നിയന്ത്രിക്കാൻ പറ്റുമോ? SDPIയുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഏത് രൂപത്തിലായിരുന്നാലും ശരി ഇവർ തീവ്രവാദ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പൊ രജൌരി ജില്ലയിലെ ഒരു നിയന്ത്രണ രേഖ, നമ്മുടെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്. അവിടെ അതിർത്തിയെ ഭേദിച്ച് നുഴഞ്ഞു കയറാൻ പാകിസ്ഥാൻ ഭീകരർ കൂട്ടമായിട്ട് ശ്രമിക്കുവാണ്. ഇന്ത്യൻ സൈനികർ അത് പരാജയപ്പെടുത്തി. ആ സമയത്ത് നമ്മൾ ഒരു വാദ്രയെയും കണ്ടില്ലല്ലോ. പഹൽഗാം ഭീകരാക്രമണത്തിൽ പട്ടാളക്കാരുടെ ശ്രദ്ധയില്ലായ്മയാണെന്നും നരേന്ദ്രമോദിയാണ് ഇതിന് പിന്നിലെന്നും വരെ പറഞ്ഞ് പല ആളുകളും വീഡിയോകൾ ചെയ്തതായിട്ടും വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചതായിട്ടും നമ്മൾ കണ്ടതാണ്. ഇപ്പോ LOCയില് ജാഗ്രത വർദ്ധിപ്പിച്ചുകൊണ്ട് സൈന്യം തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം LOCയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ആദ്യത്തെ ഒരു ശ്രമമാണിത്. അതിനെ ശക്തമായ രൂപത്തിൽ പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് സൈന്യം. ഇങ്ങനെ ജീവൻ പണയപ്പെടുത്തി ഇന്ത്യൻ ആർമി ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങളും നമ്മുടെ രാജ്യത്ത് വലിയ രൂപത്തിൽ വാർത്തകളാകാറില്ല. ഈ നുഴഞ്ഞു കയറാനുള്ള സാധ്യത മനസ്സിലാക്കിയ സൈനികർ ജാഗ്രത പാലിക്കുകയും സമീപത്തുള്ള സൈനികരെ വിവരമറിയിക്കുകയും ചെയ്തു. സൈനികർ ഭീകരർക്ക് മുന്നറിയിപ്പ് നൽകിയതോടുകൂടി അവർ വെടിവെക്കാൻ തുടങ്ങി. സൈന്യവും തിരിച്ചടിച്ചു. അതോടുകൂടിയാണ് ഭീകരർ പിന്മാറിയത്. അതിർത്തി ഇവര് ലക്ഷ്യമാക്കി ഇങ്ങോട്ട് കയറുവാണ്. ഇവരുടെ കയ്യിൽ മാരകമായ ആയുധങ്ങളുണ്ട്. അപ്പോൾ ആ അതിർത്തിയിൽ നിൽക്കുന്ന പട്ടാളക്കാരുടെ രാജ്യസ്നേഹത്തെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു? ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. എൻ്റെ ഒരു സഹോദരൻ ഇപ്പോഴും പട്ടാളത്തിലുണ്ട്. എൻ്റെ വാപ്പച്ചി പട്ടാളക്കാരനായിരുന്നു. അതുകൊണ്ട് കുടുംബത്തെക്കാളേറെ, തന്നേക്കാളേറെ തൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്ന, ജീവൻ വരെ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായിട്ടാണ് അതിർത്തിക്കകത്ത് പട്ടാളക്കാർ അവിടെ നിൽക്കുന്നത്. പക്ഷേ ഈ മണ്ഡി തെഹ്സിലിലെ കാടാണത്. അവിടെ ഒരു തീവ്രവാദ ഒളിത്താവളമാണ് സുരക്ഷാ സേന കണ്ടെത്തി തകർത്തത്. അതിനകത്ത് ഒരുപാട് മാരകായുധങ്ങൾ ഉണ്ടായിരുന്നു, വെടിക്കോപ്പുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഒരുമിച്ച് തീയിടുകയാണ് ചെയ്തത്. കാരണം അത് എടുക്കുക എന്നത് ശ്രമകരമാണ്. ഭീകരരുടെ ഒളിത്താവളത്തിൽ നിന്ന് സാഹസികമായി പിടിച്ചെടുത്ത 48 പിക്ക റൈഫിൾ വെടിയുണ്ടകൾ ഉണ്ടായിരുന്നു, 5 പിസ്റ്റൾ വെടിയുണ്ടകൾ, AK റൈഫിൾ വെടിയുണ്ടകൾ ഉണ്ടായിരുന്നു, 400 ഗ്രാം സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു. മറ്റു വസ്തുക്കളൊക്കെ സൈനികർ കണ്ടെടുത്തിട്ടുണ്ട്. പ്രദേശത്ത് സൈനികർ തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവര് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു തീവ്രവാദ കേന്ദ്രം കണ്ടുപിടിച്ചെന്നിരിക്കട്ടെ, ഇന്ത്യൻ ആർമി അവിടേക്ക് ചെല്ലുമ്പോഴായിരിക്കും അവരതിനകത്ത് വെച്ചിരിക്കുന്ന സ്ഫോടക വസ്തുക്കൾ വെച്ച് പൊട്ടിത്തെറിപ്പിക്കുക. അതും പ്രതീക്ഷിച്ച് ഭയന്ന് മിണ്ടാതിരിക്കുകയല്ല ഇന്ത്യൻ ആർമി ചെയ്യുന്നത്. നമ്മളുടെ ജീവൻ പോയാലും ശരി, ഇവരിത് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രയോഗിക്കേണ്ടി വരരുത്. അതുകൊണ്ട് ജീവൻ പണയപ്പെടുത്താൻ തയ്യാറായിട്ടാണ് ഇറങ്ങിത്തിരിക്കുന്നത്.